ഗുണനിലവാരമുള്ള ഉള്ളിവടയാണ്. അത് ഒന്ന് കഴിച്ച് നോക്കിയാൽ സാറ് 10 പാഴ്സൽ ചെയ്യാം. അതാണ്ട് ഉള്ളിവട, ഈ സമോസ, ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നില്ലേ? എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത്. വാഴയപ്പം, ഗുണ്ട്, ഇലയപ്പം, മുളക് ബജി, കാബജി, പരിപ്പുവട. എൻ്റെ ഈശ്വര. നമസ്കാരം. ഇത് പിന്നെ ആറ്റിങ്ങലുള്ള ആദിത്യ ഹോട്ടലാണ്. ആദിത്യ എന്ന് പറഞ്ഞത് ആർക്കും അറിഞ്ഞൂടാ ചേട്ടാ. ആദിത്യ എന്ന് പറഞ്ഞത് ആർക്കും അറിഞ്ഞൂടാ. അതായത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടലുണ്ട്. ഇവിടെ ദോശയൊക്കെ ഉണ്ട്. ദോശ രാവിലെ ദോശ, ഓംപ്ലേറ്റ്, പൊറോട്ട, ഇടിയപ്പം എല്ലാം. കുഞ്ഞു കടയില്ലേ ഇത്? ഒരു ചെറിയ കടയില്ലേ? നേരത്തെ കൊച്ചു കടയായിരുന്നു, വൈകുന്നേരം മാത്രമേ ഉള്ളായിരുന്നു. ഫുൾ ടൈം വൈകുന്നേരം വല്ലപ്പോഴൊക്കെ ഞാൻ വന്ന് കഴിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു കടകളാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് അവൾ വന്നത്. ചേട്ടൻ എൻ്റെ ഓണറാണ്. ആണോ ചേട്ടാ? എന്തൊക്കെയാട്ടാ ഉള്ളത് ഇവിടെ? എന്തൊക്കെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. പറയും. അവിടെ ഞാൻ പലപ്പോഴും വന്നിട്ട് ഞാൻ ഓംപ്ലേറ്റും ദോശയും കഴിക്കാറുണ്ട്. ഓംപ്ലേറ്റും ദോശ, ഇറച്ചി ഐറ്റം ഒന്നുമില്ല. ഓംപ്ലേറ്റും ദോശ, ചമ്മന്തി, ചട്നി, കടികള്, ചായ അല്ലേ? 12 ഐറ്റം കടികളും ചായ. 12 ഐറ്റം കടിയും ചായ. 12 ഐറ്റം കറികളോ? കടികള് കാണാൻ പറ്റും. ഞാനിത് പിന്നെ എന്താ പറയുക, ദൃശ്യങ്ങളിൽ കാണിക്കും. ഇതാണ്ട ഉള്ളിവട, ഈ സമോസ, ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നില്ലേ? എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത്. വാഴയപ്പം, ഗുണ്ട്, ഇലയപ്പം, മുളക് ബജി, കാബജി, പരിപ്പുവട. എൻ്റെ ഈശ്വര. പപ്പടവട ഇട്ടില്ല. അവിടെ ഇട്ടില്ല. പപ്പടവട ഇല്ല. ഞാൻ പറയുന്നത് ഒരു കുഞ്ഞു കടയിൽ ഇത്രയും തിരക്ക് ഇല്ലേട്ടാ? ഒരു ചെറിയ കടയിലേത് നല്ല ചായ, നല്ല കടികൾ. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ തിരക്കാ. നല്ല തിരക്കാണ്. എന്താ ഇപ്പൊ ഇന്ന് കാണാൻ പറ്റും. 5:30 തൊട്ട് തുടങ്ങും. രാവിലെ 5:30 കാട്ടിയല്ലേ? രാവിലെ 5:30 വരെ എല്ലാം റെഡിയാവും. 5:30 ആകുമ്പോൾ എല്ലാം റെഡിയാവും. കാപ്പിയാണ്. കാപ്പി 5:30 തൊട്ട് 10 മണി വരെ കാപ്പി. 2:30 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ. 5:30 മണിക്ക് കാപ്പി കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കടിയൊന്നുമില്ലേ? കടിയില്ല. കടി വട മാത്രമേ കാണൂ. ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. രാവിലെ കാപ്പിയുടെ പരിപാടി മാത്രമേ ഉള്ളൂ. വൈകിട്ട് ഉച്ചയ്ക്ക് 2 മണി മുതൽ കടി 8 മണി വരെ. അപ്പൊ രാവിലെ കാപ്പി മാത്രമേ ഉള്ളൂ? കാപ്പി മാത്രമേ ഉഴുന്നോടെ മാത്രമേ ഉള്ളൂ രാവിലെ. ഗുണനിലവാരമുള്ള ഉള്ളിവടയാണ്. ഗുണനിലവാരമുള്ള ഉള്ളിവടയാണ്. അത് ഒന്ന് കഴിച്ച് നോക്കിയാൽ സാറ് 10 പാഴ്സൽ ചെയ്യാൻ പറ്റും. അതാണ് ടേസ്റ്റ്. നമ്പർ 1. ഓക്കെ. ഇത് ആദിത്യ എന്ന് പറയുന്നതിലും ആദ്യം എതിരാണെന്ന് ആർക്കും അറിയില്ല. ശരിക്കും നമ്മളെ പ്രൈവറ്റ് സ്റ്റാൻഡ് തൊട്ട് അപ്പുറത്താണ്. തിരക്കാണും പറയാൻ പറ്റും. എന്ത് സ്വാദിഷ്ടമായ ഭക്ഷണം അറിയാൻ പറ്റും. അത്രയും എന്താ പറയുക, അത്രയും സ്വാദിഷ്ടമായ ഭക്ഷണമാണ്, കുറഞ്ഞ വിലയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാനും വല്ലപ്പോഴും വന്ന് കഴിക്കാറുണ്ട്. ഇല്ലേട്ടാ? പേരെന്നും പറഞ്ഞാൽ ആർക്കും അറിഞ്ഞോളല്ലേ? ആദ്യം എന്നൊക്കെ പറഞ്ഞ ആകെ പറഞ്ഞോളല്ലേ? ആര്? ശരി, എന്തായാലും ശരി. പിന്നെ അപ്പാവിൻ്റെ കടയല്ലേ? എൻ്റെ പേരൊന്നും അറിയില്ല. ഏതായാലും ഞങ്ങളിത് കടയിലെ വില പറഞ്ഞ അറിഞ്ഞൂടാ. ഈ ആദ്യമൊക്കെ ഞാൻ ആദ്യം കാണുക. ഇപ്പൊ വന്നപ്പോഴാണ് കണ്ടത്. 5 വർഷമായി പേര് വെച്ചിട്ട് 5 വർഷമേ ആയുള്ളൂ. പുതിയ കട ഇടിച്ചു വെച്ചപ്പോൾ. ചേട്ടാ ഇപ്പൊ 45 വർഷമായല്ലേ? 84 തുടങ്ങിയാണ്. 84 തുടങ്ങിയത്. അന്ന് എനിക്ക് 4 വയസ്സ്. അപ്പോൾ ചേട്ടൻ എത്ര വയസ്സായിട്ടാ? 64. ഏതായാലും ഈ പറയുന്ന ഒരു അത്രയും പ്രായമുള്ളൊരു കടയാണ്. അത് ഇവിടെ അപ്പുറത്തൊക്കെ ആയിരുന്നു ചേട്ടാ? ഇങ്ങോട്ട് മാറിയായിരുന്നു തോന്നുന്നു അല്ലേ? ഇവിടത്തൊക്കെ ആയിരുന്നു ആദ്യം? ഇവിടെ ആദ്യം റോഡിൽ തട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതിന്റെ അപ്പുറത്ത് സ്വർണ്ണക്കടയില്ലേ? അതായിരുന്നു നമ്മളെ കട ആദ്യം. ചെറിയ കടയായിരുന്നു. തിരിച്ചു വെച്ചപ്പോഴാണ് വലിയ കട കിട്ടിയത്. ഒരു കാര്യം ചോദിക്കട്ടാ, സത്യം മാത്രമേ പറയാവോ? വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്? വെളിച്ചെണ്ണ പാമായില്. വെളിച്ചെണ്ണ എല്ലാവർക്കും കഴിച്ചുകൂടാ. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത ഞാൻ അതിന്റെ വാർത്ത ഞാൻ വേണ്ടി ഇരിക്കുകയാണ്. വെളിച്ചെണ്ണ
440 രൂപയായി. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. ഏ കടികൾ ഉപയോഗിക്കില്ല. ചേട്ടാ 440 രൂപ എടുക്കുന്നത് എങ്ങനെ പോയി? രാവിലെ തേങ്ങ ചമ്മന്തി അരച്ചിട്ടാണെങ്കിൽ എത്ര 10-25 തേങ്ങ അരച്ചിട്ട് ഇത് രണ്ടും മാത്രം മതി. ചേട്ടാ ഇത്രയും കേരം നിങ്ങൾ കേര നാട്ടില് വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും കാശാ? അപ്പൊ ഇവിടെ കേര ഇല്ലല്ലോ കേരളത്തില്. കേരളത്തിലിപ്പോ റബ്ബറോളം. അതിനായി തേങ്ങയ്ക്ക് ഇത്രയും വില. ഇത് ഞാൻ പറയുന്നത് നാട്ടിൽ പറയുന്നു. എന്തായാലും നല്ലത് മൊത്തം സംഭവിക്കട്ടെ. നല്ലതിന് വേണ്ടി വാർത്ത ചെയ്യുന്നു. അപ്പോൾ ചേട്ടാ പേരെന്താ? ബാവു അപ്പാവും. അപ്പോൾ ആ ചേട്ടന് വേണ്ടിയിട്ട് വിസ്പേസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് ഒപ്പം സീൻ മൈറ സൈനിങ്.